പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 1 തെസ്സലോനിയ 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുക. അപ്പോൾ ആത്മാവെന്ന ആദ്യദാനം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവരാ നമ്മളല്ലേ? അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ പ്രാപിച്ചോണം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം ഇനി നമ്മളെന്തിനാ കാത്തിരിക്കുന്നത്? ഇങ്ങോട്ട് പറയാം, മറുപടി പറയാൻ. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം അതപ്പോൾ കിട്ടും, കർത്താവിൻ്റെ വരവിൽ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്ന പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാവും. അവനോട് സാദൃശ്യന്മാരാകും. അപ്പം നമ്മൾ ആരെ പോലെ ആയിത്തീരും? ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. നിസ്സാര കാര്യമാണ് അത്. ഇവിടെ അതിനു വേണ്ടിയാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതിനു വേണ്ടിയാണ് വല്ലവരുടെ ആട്ടം തുപ്പമൊക്കെ കേൾക്കുന്നത്. അതിനുവേണ്ടി അടിച്ചിറക്കുമ്പോൾ സന്തോഷത്തോടെ ഇറങ്ങിപ്പോരുന്നത്. അതിനുവേണ്ടി നമ്മൾ വിടക്കെന്ന് പറയുമ്പോൾ നമ്മൾ സ്വോത്രം പറഞ്ഞുകൊണ്ട് പോരുന്നത്. മനസ്സിലായോ? ക്രിസ്തുവിനെ പോലെ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുന്നയിച്ചിരിക്കും. അതിനെന്ത് വേണം? നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണം, ക്രിസ്തുവിൻ്റെ ഭാവമുണ്ടാകണം. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുന്നു. ഈ 3 കാര്യങ്ങൾ ഉള്ളവർക്ക് മാത്രമേ കർത്താവിനെ പോലെ ആകാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ ഉപദേശം പഠിച്ചനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് വേദോത്സവം പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. എങ്ങനെ നടക്കും? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ എങ്ങനത്തെ ഞരക്കം? എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നുള്ള ഞരക്കോ അല്ല. എപ്പോഴാണ് എനിക്ക് അനുഭവം കിട്ടുന്നത്? എൻ്റെ ഈ രോഗമുള്ള ശരീരം ഒരു ട്രാൻസ്ഫോർമേഷൻ ലഭിച്ചിട്ട് ക്രിസ്തുവിൻ്റെ ശരീരം പോലെ എപ്പോഴായിത്തീരുമെന്ന് ബിന്ദു സഹോദരിയും ബാബു സഹോദരനും മോനും ജൂലിയും സാലിയും സാജു ഫ്രാൻസിസ് എല്ലാം എപ്പോഴും ഈ ഞരക്കത്തിലായിരിക്കണം. എന്ത് ഞരക്കം? എപ്പോഴാണ് എനിക്കത് കിട്ടുന്നത്? എപ്പോഴാണ് കർത്താവ് എനിക്ക് കിട്ടുന്നത്? എപ്പോഴാണ് ഈ കർത്താവ് എനിക്ക് കിട്ടുന്നത്? ഈ രോഗമുള്ള ശരീരത്തിൽ നിന്ന് എപ്പോൾ ഞാൻ മാറ്റപ്പെടും? ഈ കഷ്ടം നിറഞ്ഞ ലോകത്തിൽ നിന്ന് എപ്പോൾ ഞാൻ മാറ്റപ്പെടും എന്ന് നമ്മൾ ഹൃദയത്തിൽ ചിന്തിച്ച് പ്രത്യാശയോടെ ഞരങ്ങിക്കൊണ്ട് ഒരാത്മീകമായ ഒരു ഞരക്കം, പ്രത്യാശയുടെ ഒരു ഞരക്കം, ഗ്രോൺ എന്നാണ് ഇംഗ്ലീഷ് പദം. പ്രത്യാശയോടെ ഒരു ഞരക്കം അതുണ്ടോ നമുക്ക്? എത്ര പേർക്കുണ്ടോ? അതുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. ഹല്ലേലൂയ. ആ ഞരക്കമാണ് നമുക്കുണ്ടാകേണ്ടത്. പരസ്യനാട്ടിലെ ശിഷ്യന്മാരെ ഞരങ്ങിക്കൊണ്ടിരുന്നതിനാ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് കൊടുക്കുമെന്ന് അവർക്ക് ഞരക്കമായിരുന്നു. കർത്താവോട് പറഞ്ഞു, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട. ആദ്യം അവൻ്റെ രാജ്യനീതി അന്വേഷിക്കും, അതോടെ നിങ്ങൾക്കിതൊക്കെ കിട്ടും. ദൈവരാജ്യം ദൈവനീതി അന്വേഷിക്കാനായിട്ട് ആരാ ഉള്ള? ഇപ്പോൾ ഇവിടെ ദൈവരാജ്യം ദൈവനീതി അന്വേഷിക്കാൻ ആരാ ഉള്ള? ഒരു ജോലി കിട്ടിയാൽ ജോലി. വീട്ടിലെ പണിയാണെങ്കിൽ വീട്ടിലെ പണി. പിന്നെ ഗൾഫിൽ പോയാൽ അവിടുത്തെ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുക. 10 ചക്രം കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് സിംഗപ്പൂർ യാത്ര ചെയ്യുക, സുഖലോലുപരായിട്ട് ജീവിക്കുക, ലോകത്തുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കുക. വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 6 മാസം കൂടുമ്പോൾ സിംഗപ്പൂർ, പിന്നെ മലേഷ്യ ഒക്കെ പോയി യാത്ര ചെയ്ത് സന്തോഷങ്ങൾ അനുഭവിച്ച് ജീവിക്കുക. വിശ്വാസികളുടെ ചിത്രമാണ് ഞാൻ ഈ പറയുന്നത്. എന്തൊരു കഷ്ടമാണെന്നാണ്. എന്നിട്ട് പ്രസംഗിക്കാൻ വരുമ്പോൾ, പാട്ട് പാടാൻ വരുമ്പോൾ ഭയങ്കര ബഹളം. ഇതൊക്കെ ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറഞ്ഞ കപടഭക്തിയാണത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വാസികളിൽ നല്ലൊരു ശതമാനം കപടഭക്തിക്കാരാണ്. നമ്മൾ കപടഭക്തിക്കാരാകരുത്. നമ്മൾ യഥാർത്ഥ ഭക്തന്മാരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ അപ്പോൾ ഇവിടെ പറയുന്നത് നാം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യാശ കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. എന്തോ പ്രത്യാശ? കർത്താവിൻ്റെ ഉള്ളിൽ പോകാമെന്നുള്ള പ്രത്യാശ, സ്വർഗരാജ്യം പ്രാപിക്കാമെന്നുള്ള പ്രത്യാശ, ദൈവരാജ്യത്തിലായിരിക്കാമെന്നുള്ള പ്രത്യാശ, കർത്താവിനെ ആരാധിച്ചുകൊണ്ട് സ്വർഗീയ സന്തോഷത്തിൽ അവിടെ ജീവിക്കാമെന്നുള്ള പ്രത്യാശ. അതാണ് നമ്മുടെ പ്രത്യാശ. അതിനെക്കുറിച്ചാണ് പൗലോസോടെ പറയുന്നത്. പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. എന്താ അതിൻ്റെ അർത്ഥം? ഈ കാണുന്ന പ്രത്യാശയല്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ ഇതൊന്നും ഇവിടെ ഒന്നും നമ്മൾ പ്രത്യാശ വെക്കരുതെന്നാണ് അവിടെ പറയുന്നത്. കാണുന്ന പ്രത്യാശയല്ലെന്ന് ഞാൻ സാധാരണ ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്. ഈ ഭൂമി അതിൻ്റെ പണികളൊക്കെ എന്ത് ചെയ്യും? വെന്തുപോകും. ഇന്ന് മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഭൂമിയിലെ സകല സൗധങ്ങളും
സകല സാമഗ്രികളും സകലതും തീ വിഴുങ്ങുന്ന ഒരു സമയം വരാൻ പോകുന്നു. പത്രോസ് അപ്പോസ്തലൻ അത് പ്രവചിച്ചു. ഭൂമിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഇന്ന് മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്നത് മുഴുവൻ അഗ്നിനാളങ്ങൾ വിഴുകിക്കളയുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവസഭയ്ക്ക് മാത്രമേ ഈ അഗ്നിനാളത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ കഴിയത്തുള്ളൂ. മനസ്സിലാവുണ്ടോ? നമ്മുടെ ശരീരത്തിന് തീയെ ദഹിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം എന്താ? ഇത് വീണ്ടെടുക്കപ്പെട്ട ശരീരമാണ്. ഇത് കർത്താവിനെ ധരിച്ചിരിക്കുന്ന ശരീരമാണ്. ഇത് കർത്താവിനോട് ചേർന്ന ശരീരമാണ്. ഇത് കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്ന ശരീരമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരം മാത്രമേ തീ പിടിക്കാതിരിക്കത്തുള്ളൂ. അല്ലാത്തതെല്ലാം അഗ്നിക്കിരയാകും. ഇവിടെ എത്ര സുഖിച്ച് പൊളച്ച് ജീവിച്ചാലും മരിച്ച് അടക്കപ്പെട്ടു പോയി കർത്താവിൻ്റെ വരവ് കഴിഞ്ഞ് ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേറ്റ് വന്ന് ദൈവത്തിൻ്റെ വെള്ള സിംഹാസനത്തിൻ്റെ മുൻപാകെ നിന്ന് അവർ ചെയ്ത പാപത്തിൻ്റെ പ്രവൃത്തികൾ ദൂതന്മാർ അവരെ വെളിപ്പെടുത്തി ആ പാപത്തിൻ്റെ ശിക്ഷയായ സാത്താനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് ക്രിസ്തുവിനെ കൂടാതെ ജീവിച്ചവരെല്ലാം കടന്നു പോകേണ്ടി വരും. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് സത്യമാണ്, ഇത് വേദപുസ്തകത്തിൻ്റെ തിരുവചന സത്യമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്ക് രോഗോപശാന്തിയോടുകൂടി യേശു ക്രിസ്തു ഉദിച്ചു വരുമെന്ന് പ്രവാചക പുസ്തകം പറയുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി വന്ന് നമ്മളെ ചേർത്ത് നമ്മളെ നിത്യതയിൽ കൊണ്ടുപോയി ആ സ്വർഗീയ സന്തോഷത്തിൽ 7 വർഷം സ്വർഗത്തിൽ ജീവിക്കുകയും കുഞ്ഞാടിൻ്റെ കല്യാണം നടക്കുകയും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മടങ്ങി വന്ന് ഈ ഭൂമിയിൽ 1000 ആണ്ട് ക്രിസ്തുവിനോടൊപ്പം രാജാക്കന്മാരെ പോലെ വാഴുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. 1 രൂപാന്തര ശരീരം, 2 രാജവാഴ്ച, 3 പുതിയ യെരൂശലേമിലെ വാഴ്ച. ഈ 3 കാര്യങ്ങൾ പുതിയ നിയമസഭയ്ക്കുണ്ട്. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട് ഇന്ന് പേർക്കാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ കാണുന്നതിന് വേണ്ടി ആരും സമയം ചെലവഴിച്ച് കളയരുത്. ഈ ഭൂമിയിൽ കാണുന്ന ഭൗതികം, ഇന്നിപ്പോൾ പലരുടെയും പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഭൗതികം വരുമ്പോൾ വാരിക്കോരി കൂട്ടി വയ്ക്കുക. എന്നിട്ട് പറയുന്ന വെല്ലുവിളി നടത്തുന്ന എന്താ? നിൻ്റെയിലുള്ളതിനേക്കാൾ കോടി എൻ്റെ മേലുണ്ടെന്ന്. ഇതെല്ലാം തീക്ക് അമർന്നു പോകുമെന്നുള്ളതൊക്കെ ഈ ഭക്തന്മാരൊന്ന് മനസ്സിലാക്കിയിരുന്നില്ല. എനിക്ക് അവരെ ഓർത്ത് സഹതാപമാണ്, ദുഃഖമാണ് തോന്നുന്നു. ഇത്ര ദർശനം നഷ്ടപ്പെട്ട കുരുടന്മാരായി പോലെ ജീവിക്കുന്ന കാണുമ്പോൾ വലിയ സങ്കടമുണ്ട്. പ്രസംഗമുണ്ട്, പാട്ടുണ്ട്, ബഹളങ്ങളുണ്ട്, പക്ഷേ ആത്മീയമായി യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ നിത്യമായ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ഓർത്ത് നമുക്ക് കരയാം. ഹല്ലേലൂയ. ഈ കാണുന്ന പ്രത്യാശയല്ല. ഈ കാണുന്നത് മുഴുവൻ വെന്തവരും, ഈ കാണുന്നത് മുഴുവൻ അഗ്നി കൊണ്ടുപോകും. എന്നാൽ ദഹിച്ചു പോകാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ മന്ദിരമായി തീർന്നിരിക്കുന്ന നമ്മൾ സ്വർഗീയ സന്തോഷത്തിൽ നമുക്ക് സ്വർഗത്തിൽ ജീവിക്കാൻ കഴിയും. അതൊരു വലിയ സംഭവമാണ്. അതൊരു വലിയ പ്രത്യാശയുടെ അനുഭവമാണ്. അത് പറഞ്ഞ് തീർക്കുവാൻ, അത് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ എൻ്റെ നാവുകൾക്ക് ബലമില്ല പ്രിയമുള്ളവരെ. സ്തോത്രം. ഞാൻ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരട്ടെ. അപ്പോൾ എൻ്റെ 4-ാം വാക്യം, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കളർന്ന പോലെ നിങ്ങൾ പിടിപ്പാനിട്ടുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. രാത്രിക്കും ഇരുട്ടിലുമുള്ളവരല്ല. അപ്പം നമ്മൾ സാത്താൻ്റെ വകയിൽപ്പെട്ടവരല്ല. നമ്മൾ കർത്താവിൻ്റെ മക്കളാണെന്ന് നമ്മെ തന്നെ എന്ത് ചെയ്യണം? വിലയിരുത്തണം. വെളിച്ചത്തിൽ നടക്കുന്നു നമ്മൾ ചിന്തിക്കണം. വെളിച്ചത്തിൻ്റെ മക്കൾ വെളിച്ചത്തിൽ നടക്കും, ഇരുളിൻ്റെ മക്കൾ ഇരുളിൽ നടക്കും. പെന്തക്കോസ്തുകാരിൽ നല്ലൊരു ശതമാനവും ഏതവസ്ഥയെ നടക്കാൻ അവർക്ക് തന്നെ അറിയത്തില്ല. ഈ പ്രത്യാശയൊന്നും ഇല്ലാത്ത ജനലക്ഷങ്ങളെ കൊണ്ട് നമ്മുടെ ക്രൈസ്തവ സമൂഹം നിറഞ്ഞു കഴിഞ്ഞു, ജീർണിച്ചു പോയി. കാരണം പഥ്യവചനം, പഥ്യോപദേശം, യഥാർത്ഥ ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ ജനത്തിന് തുറന്നു കൊടുക്കാത്തത് കൊണ്ട് ഈ ലോകത്തിൽ പ്രത്യാശ വെച്ച് അനേകരും നശിച്ചു കൊണ്ടിരിക്കുക. നമ്മളങ്ങനെയല്ല. ഈ ലോകത്തിൽ നമുക്കൊന്നുമില്ല, ഒന്നും നമുക്ക് കൊണ്ടുപോകാനില്ല, ഒന്നും കൊണ്ടുപോകാനില്ല പ്രിയമുള്ളവരെ. ഒരു കച്ചിത്തിരുമ്പ് പോലും ഈ ലോകത്ത് നമുക്ക് കൊണ്ടുപോകാനില്ല. എല്ലാം ഇവിടെ ഇട്ടു. കോടികളുടെ കണക്ക് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവരെല്ലാം ഈ കോടികൾ കൊണ്ടുപോയി വല്ലവരും കൊണ്ടുപോയി തിന്നും. ഇവർ ഒരുപക്ഷെ വെള്ളം ഇറങ്ങാതെ ചാകേണ്ട ഗതികേട് വരും. അതും വരും. കാരണം എടുത്തു കൊടുക്കാൻ ആൾ വേണ്ടേ, സംരക്ഷിക്കാൻ ആൾ വേണ്ടേ. കഷ്ടത നടുവിൽ, തീച്ചൂളുടെ നടുവിൽ അവരെ ഒന്ന് സംരക്ഷിക്കാൻ ആരെങ്കിലും വേണ്ടേ. അതുകൊണ്ട് ഈ കണക്ക് പറഞ്ഞ് ഊറ്റം കൊള്ളാതെ ദൈവസന്നിധിയിൽ വിനയപ്പെട്.
ദൈവസന്നിധിയിൽ കീഴ്പ്പെട്, ദൈവ ഭയമുള്ളവരായി മാറ്, വചനത്തിന് കീഴ്പ്പെട്. സ്തോത്രം. കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് പ്രത്യാശ നിർഭരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുവാൻ ഈ വചന കേൾവി നമുക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ. അടുത്ത 6-ാം വാക്യം. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു. ഈ ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നവർ എന്താ അതിൻ്റെ അർത്ഥം? പലർക്കും അറിയത്തില്ല. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആത്മീകമായ ഉറക്കം രാത്രിയുടെ അനുഭവമാണ്, ഇരുളിൻ്റെ അനുഭവമാണ്. അത് അപകടമാണ്. ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഏത് നിലയിലും ചതിക്കാം. അറിയാമോ? നമുക്ക് മനസ്സിലാകണ്ടോ? ഇച്ചിരി ക്ലോർഫീൻ കൊണ്ടുവന്ന് ഒരു പഞ്ഞിയിൽ മുക്കി ഈ ഉറങ്ങിയിരിക്കുന്നവൻ്റെ മൂക്കിലോട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്തായി? 2 മണിക്കൂറത്തേക്ക് പുള്ളി ഇവിടെ ഇടപാട് കഴിഞ്ഞു. പുള്ളിയുടെ ഫോണും പോവും, ഇവിടെ വേഗം പോവും, ഇവിടെ കാശും പോവും, ATM കാർഡും പോവും, എല്ലാം കൊണ്ടുപോകും. അപ്പോൾ ഉറക്കമെന്നുള്ളത് അപകടകരമായൊരവസ്ഥയാണ്. സ്തോത്രം. മനുഷ്യൻ ഉറങ്ങാൻ 8 മണിക്കൂർ 10 മണിക്കൂർ ദൈവം തന്നിട്ടുണ്ട്. അത് അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആത്മീക ഉറക്കം. വിശ്വാസികളായ നമുക്ക് ആത്മീക ഉറക്കം ഉണ്ടാകാൻ പാടില്ല. അവർക്ക് വേണ്ടി എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ഒരു വചനം പറയുന്നുണ്ട്. ആ വചനം ഒന്ന് കാണാതെ പറയാമോ? ആരെങ്കിലും അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ആത്മീക ഉറക്കത്തിൽ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ സടകുടഞ്ഞ് എഴുന്നേൽക്ക്, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു. ആത്മീക ഉറക്കത്തിൽ കിടക്കുന്നവരാണ് മദ്യപിക്കുന്നത്. ആത്മീയ ഉറക്കത്തിൽ കിടക്കുന്നവരാണ് ലോകത്തിൻ്റെ ഉല്ലാസങ്ങളിൽ പോകുന്നവര്. ഉണർന്നിരിക്കുന്നവർ ലോകത്തിൻ്റെ താടിമൂടികളിൽ ആരും ജീവിക്കില്ല. ആത്മീക ഉണർവിലിരിക്കുന്നവര് അവരുടെ ചിന്ത എപ്പോഴും എന്തായിരിക്കും? അവർ ജോലി ചെയ്യും, പഠിക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പം തന്നെ അവർ ആത്മീയമായി ഉണർന്നിരുന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്ത് പ്രത്യാശയോടെ കാത്തു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം വായിച്ച എത്ര പേരുണ്ട്? എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലേ? അതിൽ 5 കന്യകമാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒത്തിരി വ്യാഖ്യാനങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ അതിൽ ആ പുസ്തകത്തിൽ നിന്ന് അനേകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് അവിടെ പറയാനുള്ളത് അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. 25-ന്റെ 10. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മത്തായി 25-ന്റെ 10 വായിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവരോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. മതി. കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ കുഞ്ഞാടിന്റെ കല്യാണത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം? ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ജോലി 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 എന്ന് വെച്ച് പ്രാർത്ഥനയില്ല, വിശുദ്ധ ജീവിതമില്ല, വചനധ്യാനം ഇല്ലാതെ പോയാൽ നമ്മൾ ഉറങ്ങുന്നവരുടെ കൂട്ടത്തിലാണ്. ഈ പാപം ചെയ്ത ദാവീദ് പോലും പറയുന്നത്, ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും അവൻ്റെ സന്നിധി സങ്കടം ബോധിപ്പിച്ച് കാര്യമില്ല. എനിക്കതിൽ നിന്നൊരു ഇത് കിട്ടി. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ ഒരു പ്രചോദനം കിട്ടിയത്. അദ്ദേഹം അത് ചെയ്തെങ്കിൽ നമുക്ക് ചെയ്യണതിന് എന്താ കുഴപ്പം? സമയമുള്ളവർ ചെയ്യുക, ഇല്ലാത്തൊരു സമയം കിട്ടുമ്പോൾ അത് ചെയ്യുക. രാവിലെയും വൈകുന്നേരവും വചനധ്യാനവും പ്രാർത്ഥന മസ്റ്റാണ്. ഉച്ച സമയങ്ങളിൽ ഫ്രീ ഉള്ളവരത് ചെയ്യുക. അല്പസമയം വചനം ധ്യാനിക്കുക. ഞാൻ ഈ കേരളത്തിലെ ST റെഡ്ഡിയാർ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പ്രിന്റിംഗ് പ്രസ്, ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന പ്രസ്സാണ്. അവിടെ എടുത്തൊരു ബൈബിൾ എപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നു. ഞങ്ങൾ ഉച്ചയാകുമ്പോൾ 1 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഇൻ്റർവെല്ലാണ്. ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള സമയം. കൈയെല്ലാം കഴുകി വന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് ചാപ്പാട് കഴിച്ചിട്ട് അരമണിക്കൂർ ഒരു ഉറക്കമുണ്ട്. ആ അരമണിക്കൂർ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഒരു ബൈബിൾ എടുത്ത് ഞാൻ ജോലി ചെയ്യുന്ന മെഷീൻ്റെ അടുക്ക വെച്ചിട്ട് ആ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. എനിക്കറിയത്തില്ല, അന്നോട്ടേ അങ്ങനെ ഒരു വചന ധ്യാനം, പ്രാർത്ഥന, വചനം ധ്യാനം, വചനം ധ്യാനം, വചനം ധ്യാനം. അതുകൊണ്ട് ഈ വചനഭാഗങ്ങൾ പലതും എൻ്റെ ഹൃദയത്തിൽ ബൈഹാർട്ടാണ്. പുസ്തകം ഇല്ലെങ്കിൽ പോലും പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. ഒരു അഹങ്കാരമായിട്ട് പറയല്ല. അത്രത്തോളം വചനം ഇങ്ങനെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് അന്നു തൊട്ടുകൊണ്ട് ഇന്നും ഉണ്ടത്. ഒരു 5-8 അധ്യായം വായിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കമില്ല. ചില സമയങ്ങൾ വായിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിൽ കുറഞ്ഞ പക്ഷം പറയട്ടെ, ദൈവമക്കളായ നമ്മളൊരു 5-8-10 അധ്യായം ഒരു ദിവസം വായിക്കണം. എസ്പെഷ്യലി പുതിയ നിയമം, ലേഖനങ്ങൾ, സുവിശേഷങ്ങൾ ഒക്കെ വായിച്ചു പഠിക്കണം. പഴയ നിയമവും വായിച്ചു പഠിക്കണം.
നെള്ളും പൊരുളും നമ്മൾ വായിച്ചു പഠിക്കണം. ആ വചനജ്ഞാനം നമ്മുടെ ഉള്ളിൽ കയറണം. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായ്ത്തിലുള്ള വാളാണത്. അത് ഹൃദയത്തിൻ്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. അത് പ്രത്യാശ നൽകുന്നതാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇരുട്ടിൻ്റെ അനുഭവത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളായി തന്നെ ജീവിക്കും. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു. നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് നാം സുബോധമായിരിക്കുക. സുബോധമായിരിക്കുക. എങ്ങനെ സുബോധമായിരിക്കണം? വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട്. 7 സർവാധങ്ങൾ പറയുന്നൊരു വിഷയം അവിടെ പറയുന്നത്. ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? സുബോധമായിരിക്കണം. സുബോധമായിരിക്കണം. സുബോധം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതാണ് സുബോധം. അല്ലാത്ത സുബോധം ഇല്ലാത്ത ജീവിതമാണ്. മനസ്സിലായോ? ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്ത് നമ്മൾ പോയാൽ സുബോധം ഇല്ലാത്തവരായി നമ്മൾ തീരും. സുബോധമുള്ളവരാരാണ്? ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ജീവിതത്തിൻ്റെ ഏത് തുറകളിലാകുമ്പോഴും വാഹനത്തിൽ പോകുമ്പോൾ പോലും അന്യഭാഷയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോകാൻ നമുക്ക് കഴിയത്തില്ലേ? ജോലി ചെയ്യുമ്പോൾ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ലേ? ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നമുക്കത് കഴിയുമല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചും വചനം ധ്യാനിച്ചും പ്രത്യാശയോടെ ക്രിസ്ത്യ ജീവിതം നയിച്ചില്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വരിൽ പോകാൻ പറ്റിയെന്ന് വരികയില്ല. ഞാനത് വളരെ ശക്തമായി നിങ്ങളുടെ ഇന്ന് പൽക്കാലം പറയുക. സ്തോത്രം. സ്തോത്രം. ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കാനത്രേ നമ്മെ നിയമിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കാനാണ് ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിക്കാനാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ പ്രാപിക്കാനാണ്. ആത്മരക്ഷ, ദേഹരക്ഷ, ശാരീരിക രക്ഷ, 3 രക്ഷയുണ്ട്. നമ്മളിപ്പോൾ ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം പോവുക. ഈ ശരീരത്തെ എങ്ങനെ പോഷിപ്പിക്കാം? ഈ ശരീരത്തെ എങ്ങനെ ബലപ്പെടുത്താം? നല്ല പ്രോട്ടീൻസുള്ള ആഹാരങ്ങൾ കഴിക്കാം. സമയങ്ങളിൽ മരുന്ന് കഴിച്ച് നല്ല ഹെൽത്തിനുള്ള ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്ത് വ്യായാമമൊക്കെ ചെയ്ത് ഈ ശരീരത്തെ മാത്രം പോഷിപ്പിക്കുന്ന നമ്മൾ സുബോധമില്ലാത്തവരായി പോകും. സുബോധമുള്ളവരാരാ? ഈ ശരീരത്തിൽ വസിക്കുന്ന ഒരു ആത്മാവുണ്ടെന്നും മരണാനന്തരം ആത്മാവ് ദൈവത്തിലേക്ക് ചെല്ലണമെന്നും ദൈവവചനത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കി ആ ആത്മരക്ഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് സുബോധമുള്ളവർ. സുബോധമുള്ളവർ. അപ്പോൾ ഇവിടെ പറയുന്ന നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കാനാണ് നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോലുവിൻ. സഭയിൽ എന്തുണ്ട്? പ്രബോധനമുണ്ട്. പ്രബോധനം ഒരു വൺ മാൻ ഷോ അല്ല. പ്രബോധിപ്പിക്കുവാൻ ദൈവാത്മാവ് നിയോഗിക്കുന്നവർക്ക് പ്രബോധിപ്പിക്കാം. അതിനുള്ള സാവകാശമുണ്ട്. ഹല്ലേലൂയ. ഈ പാസ്റ്റർമാരെ നന്നാകാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ തമ്മിൽ പ്രബോധിപ്പിക്കുക. ഒരു പാസ്റ്റർ പ്രബോധിപ്പിക്കുക, മറ്റൊരു പാസ്റ്റർ വേറെ പാസ്റ്റർ പ്രബോധിപ്പിക്കുക. അങ്ങനെ അവർ തമ്മിൽ ആ പ്രബോധനം പറയുമ്പോൾ മറ്റൊരു പാസ്റ്ററിന് ആവശ്യമായ വചനം ഇദ്ദേഹത്തിൽ നിന്ന് ലഭിക്കും, ഇദ്ദേഹത്തിൽ നിന്ന് മറ്റു പാസ്റ്ററിന് ലഭിക്കും. അങ്ങനെ തമ്മിൽ പ്രബോധിപ്പിച്ച് നമ്മുടെ കുറ്റങ്ങൾ കുറവുകളെ കണ്ടുപിടിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ തമ്മിലുള്ള പ്രബോധനം സഭകളിൽ ഉണ്ട്. അത് അനിവാര്യമാണ്. ഞാൻ അതിൻ്റെ നന്മ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടായി പറയുന്നത്. അതെവിടെ പറയുന്നത്? തമ്മിൽ പ്രബോധിപ്പിച്ചുകൊള്ളുകയും. ആ തമ്മിൽ പ്രബോധിപ്പിക്കുമ്പോൾ എന്ത് കിട്ടും? ആത്മീയ വർധന വരുത്താൻ കഴിയും. ആത്മീയ വർധന വേണ്ടേ? ആത്മീയ വർധന. ജോലി ചെയ്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കി ഭൗതിക വർധന ഉണ്ടാക്കി ബാങ്കുകളിൽ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ്. കുവൈറ്റ് വാർ വന്നപ്പോൾ അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത കുടുംബങ്ങൾ കരഞ്ഞ് ഇടിച്ച് നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒത്തിരി പേരുടെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ആയുസ് മുഴുവൻ 30, 35, 40 വർഷങ്ങൾ അവിടെ ജോലി ചെയ്തുണ്ടാക്കിയ കാശ് കുവൈറ്റ് വാർ വന്നപ്പോൾ അവരുടെ ബാങ്കിങ് സിസ്റ്റം മുഴുവൻ തകരാറായി. ബാങ്കുകളെല്ലാം തല്ലിപ്പൊളിച്ച് നശിപ്പിച്ച് അവിടെ ലീഡേഴ്സ് എല്ലാം ചത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ആ പണം മുഴുവൻ അവർക്ക് നഷ്ടമായി. എന്നാൽ
സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിക്കുന്നവരാ ദൈവമക്കൾ. ഈ ഭൂമിയിലെ നിക്ഷേപം നഷ്ടമായി പോയാലും നമുക്ക് നഷ്ടമാകാത്ത നിക്ഷേപം സ്വർഗത്തിലുണ്ട്. അതാ കർത്താവ് പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാരോട് പറഞ്ഞത്. അവർക്കത് ബോധമില്ല, നമുക്കും അത് ബോധമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും പുഴുവരിക്കുകയും തുരുമ്പെടുക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്ത, പുഴുവരിക്കാത്ത, തുരുമ്പെടുക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം. സമ്പന്നത വന്നാലുള്ള വലിയ കുഴപ്പം എന്താണെന്നറിയാമോ? 10 കാശ് ഉണ്ടാക്കി അവിടെ വെച്ചിരുന്നാൽ ഹൃദയം അവിടെ ആയിരിക്കും. പിന്നെ നമ്മോട് കാണിക്കുന്ന സ്നേഹമൊക്കെ എന്താ? ആർട്ടിഫിഷ്യൽ സ്നേഹം. അതാ നമ്മൾ അനുഭവിച്ചു. അത് കുറേ നമ്മൾ അനുഭവിച്ചു. സാരമില്ല, സ്വർഗത്തിലെ ദൈവം അതിൽ നിന്നൊക്കെ വിടുവിച്ചു. ഞാൻ ഇന്ന് പറയാനിടയായി, ദൈവം നമ്മെ ഇതിൽ നിന്നൊക്കെ വിടുവിച്ചു. നമുക്ക് നിഷ്മളമായ ദൈവസ്നേഹമാണ് വേണ്ടത്. നമുക്ക് പണവും മറ്റു കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ ഉണ്ടെങ്കിലായി, ഇല്ലേലായി. അതൊക്കെ ഇന്ന് നമ്മുടെ കൈ വരും, നാളെ വേറൊരാളുടെ കയ്യിൽ പോകും. അതൊന്നും ഒരു വിഷയമില്ല. പണം കൊണ്ട് ആർക്കും നന്നാകാൻ പറ്റത്തില്ല. സമ്പത്ത് കൊണ്ട് ആർക്കും ആത്മീയനാകാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റുമെങ്കിൽ വെട്ടിപ്പറക്കി യേശുവിൻ്റെ പുറകെ നിത്യജീവന് വേണ്ടി വന്ന ചെറുപ്പക്കാരനോട് കർത്താവ് എന്താ പറഞ്ഞു? വിറ്റുപറക്കി ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. അവനത് മനസ്സില്ലാണ്ടോ ദുഃഖത്തോടെ പോയി. ഇന്ന് പലരും എന്ത് ചെയ്യുക? സമ്പത്ത് കൂട്ടിവെച്ച് അതിൽ കിടന്ന് സൂചിക്കാന്നേ. ഈ ഒട്ടകം സൂചിക്കുള്ളിൽ കൂടി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ പല തെറ്റായ വ്യാഖ്യാനങ്ങളൊക്കെ അതിൽ നടക്കുന്നു. അതിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ആ സമ്പത്ത് നമുക്ക് സ്വർഗരാജ്യത്തേക്ക് പോകാൻ തടസ്സമാണെന്നൊരു ദൂതെടുത്താൽ മതി. തടസ്സമാണത്. അത് അതിൻ്റെതായ നിലയിൽ വിനിയോഗിക്കണം. നമ്മുടെ കയ്യിൽ വരുന്ന സമ്പത്ത് കൂട്ടിവെക്കാതെ എന്ത് ചെയ്യണം? അത് കഷ്ടത അനുഭവിക്കുന്നവർക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്ത് ജീവിക്കണം. നിന്നെക്കാ കോടി എൻ്റെ കയ്യിലുണ്ട്, കോടി ഉണ്ടെന്ന് പറഞ്ഞു കിടന്ന് സൂചിച്ചാൽ ഞാൻ എന്ത് പറ്റും? അവസാനം നരകത്തിൽ പോയി കിടന്ന് അഴിയെണ്ണേണ്ടി വരും. സമ്പത്തുള്ളത് വിറ്റുപറക്കി ദരിദ്രർക്ക് കൊടുക്കണം. ഞാനിത് എല്ലാവരോടും പറയാൻ ചിന്തിക്കരുത്. കോടാനുകോടി സമ്പത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. പരിമിതമായ സമ്പത്ത് വെച്ച് സമ്പാദിച്ചു വെച്ച് ജീവിക്കുന്നവരെ കുറിച്ചല്ല ഈ പറയുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത പോലെ കോടിക്കണക്കിന് സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. 11 കോടിയുടെ വീട് പണിയുന്നവരും 10 കോടിയുടെ വീട് പണിയുന്നവരും ഏക്കർ കണക്കിന് തോട്ടം ഉണ്ടാക്കിയിട്ടിട്ട് എന്നാ സുവിശേഷം പ്രസംഗിക്കാനാ? എന്നാ പ്രസംഗിക്കാനാ? അതൊന്നും നടക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. സക്കായി കർത്താവിനെ കണ്ടെത്തിയപ്പോൾ സക്കായിന് സംഭവിച്ചത് എന്തൊക്കെയാണ്? പെട്ടെന്നൊന്ന് പറഞ്ഞ് ആരെങ്കിലും പറയാം. സക്കായി ചെയ്ത 3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ്. പകുതി ദരിദ്രർക്ക് കൊടുത്തു. പിന്നെ വക്രിച്ചെടുത്തത് 4 മടങ്ങ് കൊടുത്തു. ബാക്കിയുള്ളത് കൊണ്ട് പൗലോസ് പറഞ്ഞ പോലെ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന്. അതുകൊണ്ട് സുഖമായിട്ട് ജീവിച്ചവൻ ദൈവരാജ്യത്തിൽ. അവൻ കർത്താവിനെ കണ്ടെത്തി അവൻ ആ തീരുമാനമെടുത്തില്ലെങ്കിൽ സക്കായിയുടെ കാര്യം പോക്ക. ഇന്ന് അനേക സക്കായിയുടെ കാര്യം പോക്കായി കിടക്കുക. ഒരെണ്ണം ദൈവരാജ്യത്തിൽ പോകണമെന്നുള്ള ആഗ്രഹം അവർക്കില്ല. ഞാൻ നോക്കി കാശ് സ്വരൂപിച്ച് വെച്ച് സിംഗപ്പൂർ യാത്രയും ആ യാത്രയും ഈ യാത്രയും നടത്തി ലോകത്തിലെ ജഡീകന്മാരോടൊപ്പം പോയി സുഖിച്ച് സന്തോഷിച്ച് അവസാനം എന്താ പറ്റും? നാട്ടിൻപുറത്ത് തടിയെറുക്കുന്നൊരു പതിവുണ്ടായിരുന്നു. തടി അറുത്തറുത്തും ഇങ്ങനെ വരുമ്പോൾ സന്ധ്യ ആകുന്ന നേരത്ത് അറുത്തോണ്ടിരുന്ന തടിയിൽ ഒരു ആപ്പ് കയറ്റി വെക്കും. ആപ്പ് കയറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും? അവർ പോകും പിറ്റേ ദിവസം രാവിലെ വന്ന് ഇറക്കാൻ. ഒരു കുരങ്ങൻ ഇത് കണ്ടിട്ട് അവൻ വന്നിങ്ങനെ ഈ ആപ്പിൽ കിടന്ന് തട്ടി അവൻ്റെ വാല് ആ തടിയുടെ ഇടയിലായിരുന്നു. തട്ടി ആപ്പങ്ങ് തെറിച്ചു പോയി. എന്ത് ചെയ്തു? വാല് കയറി ഇറി. ഈ മരം ഇങ്ങനെ വിട്ടുപോകാത്തിടത്തോളം കാലം ആപ്പ് മാറിക്കഴിഞ്ഞാൽ മരം വന്ന് ചേരും. ആ വാലാകുന്ന പോലെ അനേക സമ്പന്നന്മാർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം സംഭവിക്കാൻ പോകുന്നു. യാതൊരു സംശയമില്ല കാര്യത്തിൽ. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ബയോഡാറ്റ ഞാൻ പഠിച്ചു നോക്കിയിട്ടുണ്ട്. തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല, സ്ഥിരവാസമില്ല, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും അനുഭവിച്ച് അവർ ജീവിച്ചു. അവരോട് പറഞ്ഞത് 2 വസ്ത്രം എടുക്കരുത്, അല്ലേ? 2 ചെരുപ്പ് പാടില്ല, ഒന്നും അധികം പാടില്ല. ഇപ്പം ഇവിടെയുള്ളവർക്കൊക്കെ എന്താ? അപ്പം നമുക്കുമൊക്കെ എന്താ ഇത്രയൊക്കെ ഉള്ളത്? കണക്കുമല്ലോ ഉണ്ടോ? ഞാൻ സാധാരണ പറയാറുണ്ട്, അമ്മമ്മമാർ അലമാര തുറന്നു കഴിഞ്ഞാൽ ആ സാരിയും ചുടുകാരെല്ലാം കൂടി മേത്തോട്ട് വീണവരങ്ങ് ചത്തുപോകും. അതുപോലെ കിടക്കുക. വേറൊന്നും ചിന്തിക്കല്ലേ ഞാൻ ഈ പറയുന്നുണ്ട്. നമ്മുടെ കാര്യമല്ല ഈ പറയുന്നത്, മറ്റുള്ള ഒത്തിരി പേരുടെ കാര്യമാണ്.
എന്നാലും വല്ലവർക്കും കൊടുക്കും, ഒന്നും കൊടുക്കുകയില്ല. അതാണ് അതിൻ്റെ രസം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്തും നമ്മുടെ ഭൗതികവും ഒക്കെ തകർന്ന് തരിപ്പണമായി പോകുന്നൊരു കാലം വരുന്നു. കഴിഞ്ഞ ദിവസം ഞാനത് പ്രസംഗിച്ചു. അതിപ്പോൾ പറയാനായിട്ട് ഒരു പ്രേരണ കൂടിയുണ്ടെന്ന്. യാക്കോബിൻ്റെ ലേഖനം എടുത്താട്ട്, യാക്കോബിൻ്റെ ലേഖനം എടുത്തിട്ട് അത് അങ്ങോട്ട് പറയാനായിട്ട് പ്രേരണ വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല. യാക്കോബ് 5:1, അല്ലയോ ധനവന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. ആ തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചിരിക്കുന്നു. പെന്തക്കോസ്തുകാർ അന്ത്യകാലത്ത് നിക്ഷേപങ്ങളെ സ്വരൂപിച്ചിരിക്കുക. കോടാനുകോടി ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുക. ഞങ്ങളുടെ ഉപദേഷ്ടാവ് പറഞ്ഞ ഞാൻ ഇപ്പോഴും ഓർക്കും. അദ്ദേഹം പറഞ്ഞ അത് മക്കളെല്ലാം കോടീശ്വരന്മാരാണ്. മക്കൾ തമ്മിൽ മത്സരം. നിനക്കാണോ കോടി, എനിക്കാണോ കോടി? മത്സരിച്ച് ഒരെണ്ണം ഉപ്പ് നോക്കാനായിട്ട് ദൈവകൃപയിലില്ല എന്ന് പറയുമ്പോൾ എന്താ ഞാൻ ഓർക്കട്ടെ? സമ്പത്ത് വരുമ്പോൾ ദൈവാനുഗ്രഹമാണെന്ന് ആരും ചിന്തിക്കില്ലേ ബ്രദറെ? അത് സമ്പത്ത് ദൈവാനുഗ്രഹമല്ല. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് കിട്ടുന്നെങ്കിൽ സ്തോത്രം, അത് നല്ലതാണ്. പക്ഷെ കോടാനുകോടി വരുമ്പോൾ ഏക്കർ കണക്കിന് തോട്ടങ്ങളും ഏക്കർ കണക്കിന്, എനിക്കറിയാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒത്തിരി പേര് ഏക്കർ കണക്കിന് തോട്ടത്തിൽ വരുന്ന ചക്ക, മാങ്ങ, തേങ്ങയെല്ലാം കണ്ടൂർ കൊണ്ട് തിന്നുക. അവർക്ക് നോക്കാൻ സമയമില്ല. കാരണം എന്താ? അവർക്ക് അതിനേക്കാൾ ഇവിടെ കാശ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബിൽ ഗേറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, $500 തൻ്റെ പോക്കറ്റിൽ നിന്ന് വീണാൽ $500 താൻ കുനിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് $5000 അവൻ ഉണ്ടാക്കുന്നു ആ സമയം കൊണ്ട്. അങ്ങനെയാ മനുഷ്യൻ്റെ അവസ്ഥ. ഒരു സ്വർഗത്തുമായിരിക്കും അവരൊക്കെ. തോന്നിപ്പോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്ന ഒട്ടകം സൂര്യക്കൂടിയാണെന്ന് കർത്താവ് പറഞ്ഞു. അതിന് വ്യാഖ്യാനങ്ങൾ പലരും പറയുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ആ ധനം ഒരു തടസ്സം തന്നെ. കാരണം ഒരു നിക്ഷേപമുള്ളിടത്ത് ഹൃദയം ഇരിക്കും. അതാണ് ലക്ഷ്യം. അവിടെ നിക്ഷേപം കർത്താവായി. 2 കൊരിന്ത്യർ 4:7 എന്ന് വായിച്ച്. 2 കൊരിന്ത്യർ 4:7 നിക്ഷേപം എന്താണെന്ന് നോക്കാം. പുതിയ നിമിത്തിൽ കർത്താവും അപ്പോസ്തലന്മാരും പഠിച്ച നിക്ഷേപം എന്താണെന്ന് നോക്കാം. 4:7 കിട്ടിയില്ല? ഞാൻ കാണാപ്പാടം പറയൂ. ഇപ്പൊ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം മൺപാത്രം. അപ്പൊ നിക്ഷേപം എന്താ പറഞ്ഞോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലാണുള്ളത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മൾ നിക്ഷേപമായിട്ട് കാണണം. ആത്മീയ അനുഗ്രഹങ്ങളെ നിക്ഷേപമായിട്ട് കാണണം. വിശ്വാസം ഒരു നിക്ഷേപമാണ്. പ്രത്യാശ ഒരു നിക്ഷേപമാണ്. കർത്താവിലുള്ള സന്തോഷം ഒരു നിക്ഷേപമാണ്. കർത്താവ് തരുന്ന സമാധാനം ഒരു നിക്ഷേപമാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്നത്തെ പെന്തക്കോസ്തുകാരിൽ നല്ലൊരു ശതമാനം ഈ നിക്ഷേപമില്ല. അല്ലാത്ത നിക്ഷേപം ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് പകൽക്കാലം മടങ്ങി വാ ദൈവസന്നിധിയിലേക്ക്. ഈ ആത്മീയമായ സമ്പത്ത്, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരം, ഈ ലോകത്തിന്റെ അപകാരം സന്തോഷത്തോടെ കർത്താവിന്റെ ശിഷ്യന്മാർ സഹിച്ചു. ഏത് ശിഷ്യൻ സഹിക്കും? കുറച്ച് കാശ് ആർക്കാണ്ടും കൊടുത്തെന്ന് പറഞ്ഞ് 10,000 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. കാശ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി, കാശ് അടിച്ചു മാറ്റി പോട്ടെന്ന്. കോടികളല്ലേ കിടക്കണേ, പിന്നെന്തിനായി കുഴപ്പം? അപ്പൊ അതിന്റെ ഇതെന്താ? നിക്ഷേപം പണത്തിലാ, ഹൃദയം പണത്തിലിരിക്കുക. എടാ, എൻ്റെ കയ്യിൽ നിന്ന് എന്തോരം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എന്തൊരു ലക്ഷക്കണക്കിന് രൂപ എനിക്ക് കയ്യിൽ നഷ്ടപ്പെട്ടു. ഞാൻ അതിനെക്കുറിച്ച് വിലപിക്കാറ് പോലുമില്ല. ഇപ്പൊ ഞാനതിനെ കുറിച്ച് പറയുന്നത്, ആരെങ്കിലും തന്നാൽ വാങ്ങും, ഇല്ലെങ്കിൽ ആമേൻ ഈശോ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു പ്രശ്നവുമില്ല. അവരോട് യാതൊരു പകയില്ല, പിണക്കില്ല, വിദ്വേഷമില്ല. കാരണം ആത്മീകമായ അനുഗ്രഹങ്ങൾ നിക്ഷേപമായിട്ട് കർത്താവിന് എനിക്ക് ആ പരിജ്ഞാനം തന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ആത്മീയ അനുഗ്രഹങ്ങളാണ് നിക്ഷേപമായിട്ട് നമ്മൾ കാണേണ്ടത്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പ്രസംഗങ്ങൾ ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത. നിങ്ങളത് യൂട്യൂബിൽ നിന്ന്
സെർച്ച് ചെയ്ത് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. സ്തോത്രം, 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 സ്തോത്രം. 11-ാം വാക്യം ഒന്നുകൂടി വായിച്ചിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ്. ആകയാൽ നിങ്ങൾ ചെയ്യുന്നു വരുന്ന പോലെ അന്യോന്യം പ്രബോധിപ്പിച്ച് തമ്മിൽ ആത്മീയവർദ്ധന വരുത്തിയും പോരുവിൻ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇനി നമ്മൾ വായിക്കുന്ന തമ്മിൽ സമാധാനമായിരിക്കും എന്ന് പറയുന്ന വാക്യത്തിൻ്റെ പഠനത്തിന് മുൻപായിട്ട് നമുക്കൊരു വാക്യം വായിക്കണം.